ഒരു നാടിൻ്റെ വികസനത്തിനൊപ്പം ചേർന്ന് സാംസ്കാരികമായും ഉന്നതിയിലെത്തിക്കാൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് പൊന്നം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ കെ പൊന്നം സ്മാരക സാഹിത്യ പുരസ്കാര സമർപ്പണവും ബാങ്കിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ സമാപനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊന്നം സ്രാമ്പിയിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പി വി സന്തോഷ് അധ്യക്ഷനായി. എത്രയോ വലിയ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കി എന്നുള്ളതാണ് ഈ ബാങ്കിൻ്റെയും വലിയ പ്രത്യേകതയായി ഞാനും കാണുന്നത്. ഇവിടെ ഒരു പ്രമുഖനായ സാഹിത്യകാരൻ, ഞാൻ അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളെല്ലാം കൂടി അവതരിപ്പിക്കാൻ ഒരുപെടുന്നില്ല. കെ പൊന്നം എന്ന ഒരു സാഹിത്യകാരൻ്റെ സ്മരണ നിലനിർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായി ഈ ബാങ്ക് കാണുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പ്രശസ്തനായ എഴുത്തുകാരനും വാഗ്മിയും എല്ലാമായ ശ്രീ സോമൻ കടലൂരിൻ്റെ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. അദ്ദേഹത്തിൻ്റെ പുള്ളിയൻ എന്ന നോവലിന് അവാർഡ് കൊടുക്കാൻ ഒരു സഹകരണ ബാങ്ക് തീരുമാനിക്കുകയാണ്. ഇതൊരു സവിശേഷതയാർന്ന ഒരു മുഹൂർത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സഹകരണ മേഖലയ്ക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഒരു നാടിൻ്റെ സാംസ്കാരിക, സാഹിത്യ, സാമൂഹ്യ ജീവിതങ്ങളിലെല്ലാം ഇടപെടാൻ സഹകരണ പ്രസ്ഥാനത്തിന് കഴിയുന്നുണ്ട് എന്ന് തെളിയിച്ചു കൊടുക്കുന്നു പൊന്നം സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തനായ ഒരു സാഹിത്യകാരത്തിൽ കെ പൊന്യത്തിൻ്റെ സ്മരണകളാണ്. കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരം കണ്ടെത്തി കാർഷിക രംഗത്ത് ശ്രദ്ധേയമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പ്രസാദ് അവറുകളെ ഏറെ ബഹുമാനത്തോടെ കെ പൊന്നം സ്മാരക സാഹിത്യ പുരസ്കാരം നോവലിസ്റ്റ് സോമൻ കടലൂരിന് മന്ത്രി പി പ്രസാദ് സമർപ്പിച്ചു. കൺവെൻഷൻ സെന്ററിന്റെ ശിലാസ്ഥാപനം സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സനിൽ, എം റീജ, പൊന്നം ചന്ദ്രൻ, എ കെ ഉഷ, എ വാസു, എം മനോജ്, ഭാസ്കരൻ കൂരാറത്ത്, എ കെ ഷിജു, പുത്തലത്ത് സുരേഷ് ബാബു, എ പ്രേമരാജൻ, ബഷീർ ചെറിയാങ്കണ്ടി, പൊന്നം കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.